ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് 2-ാം തീയതി സെപ്റ്റംബർ 2. നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തൊപ്പി, ഷാജഹാൻ, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഈ തൊപ്പി എന്ന് പറയുന്ന പയ്യൻ നമ്മളെ ഈ മലപ്പുറത്തുള്ള ഷാജഹാനെ തന്തക്ക് വിളിച്ചു തരാം. നീ തന്തക്ക് പറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് തൊപ്പിയുടെ കൂടെയുള്ള പയ്യൻ പറഞ്ഞു എന്ന് പറയണേ. അപ്പോൾ ഇവന് എന്തായി, ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ചെല്ലുകയാണ്, തൊപ്പിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞാൻ തന്തക്ക് പറഞ്ഞവനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവന് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു പരാമർശം ഉണ്ട് കേട്ടോ, മൊത്തം മലപ്പുറത്തുകാരെ തന്തക്ക് വിളിച്ചു എന്നുള്ളൊരു പരാമർശം കൂടെ അതിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വണ്ടി വിളിച്ച് ചെല്ലുമ്പോൾ ഇതിൻ്റെ കൂടെ പോകുന്ന വേറൊരു എന്താ പറയുക വധൂരിയുണ്ട്. എല്ലാ വണ്ടി മലകളും എടുത്ത് തലകെറ്റിക്കണ ഒരു പൊട്ടൻ തന്നെ പറയണം, കുഞ്ഞാൻ, പാണ്ടിക്കാട് കുഞ്ഞാൻ. ഇവന്റെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിന്റെ നീ തന്തക്ക് പറഞ്ഞവരാണെങ്കിൽ വാടാന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവനും കൂടെ ചെല്ലും. കാരണം ഇവൻ ജനിക്കണ സമയത്ത് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട ആൾ പാണ്ടിക്കാട് കുഞ്ഞാനാണല്ലോ. അപ്പോൾ തെളിയിക്കാൻ കൂടെ വേണം. അങ്ങനെ ഇപ്പോൾ വണ്ടി പോകുമ്പോൾ അവൻ്റെ കൂടെ പാണ്ടിക്കാട് കുഞ്ഞാൻ ചെല്ലും. ഇവനൊന്നും ഒരു പണിയില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറയും മലപ്പുറത്തേരെ മൊത്തത്തിൽ മോശക്കാരാക്കി. ഈ മലപ്പുറത്തേർക്ക് വലിയ കൊമ്പൊന്നുമില്ല. കാരണം ഇവനെപ്പോലുള്ള 3-4 വധൂരികൾ വന്നിട്ട് മലപ്പുറത്തിന് അങ്ങനെ പറഞ്ഞു, മലപ്പുറത്തിന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ തൃശ്ശൂരുള്ള ആരെങ്കിലും പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം തൃശ്ശൂർക്കാരെ കണ്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ സുരേഷ് ഗോപിനെ എന്തൊക്കെ പറയുന്നുണ്ട് ആളുകൾ എന്ന് വെച്ചിട്ട് ഇത് തൃശ്ശൂർക്കാർ മൊത്തം അങ്ങനെയൊന്നുമല്ലല്ലോ. ഇത് മലപ്പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ വണ്ടി കയറിയിരിക്കും അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. മലപ്പുറത്തെ നീ അത് പറഞ്ഞല്ലടാ, ഇങ്ങനെ പറഞ്ഞല്ലടാ. ഇവനെപ്പോലുള്ള തന്ത വൈബുകളുണ്ടല്ലോ, ഈ പെരട്ടകളെ ആദ്യം ഏതെങ്കിലും വല്ല ഇവിടെ കൊണ്ടാക്കണം. ഇവനെ ഈ ചെറുപ്പം ചെക്കന്മാര്, അനിയന്റെ പ്രായമുള്ള പയ്യന്മാര് വെല്ലുവിളിച്ചു പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇവനൊക്കെ എന്തോരം തലക്കൊക്കെ തോളുണ്ടെന്ന് ആലോചിച്ച് നോക്കിയ. ഇവന് എന്തോരം തലക്കൊക്കെ തോളുണ്ടാവും. വീണ്ടുമ്പത്തിന് അവന് വണ്ടി വിളിച്ച് ചെല്ലുകയാണ്, കൂടെ അവനും കയറിയിരിക്കുക. എന്നിട്ട് അവരെ പോയിട്ട് വെല്ലുവിളിക്കുക. ആ ചെക്കനൊക്കെ വേറെ ലെവലാണ്. പണ്ടെങ്ങനെ നടന്നു നോക്കണ്ട, ഇപ്പൊ തൊപ്പിന്നൊക്കെയാണ് വേറെ ലെവലാണ്. പിടിച്ചാൽ കിട്ടാത്ത റേഞ്ചാണ്. ഇവനെ ഈ മറ്റേ സ്റ്റാമിന സേവറും വിറ്റ് നടന്നിട്ട് കുറെ ആൾക്കാരും പറ്റിച്ച് നടന്ന ടീമാണ് ഇവൻ. നീയൊക്കെ അവൻ്റെ അടുത്തത്തെ ഇനിയും കുറെ പഠിക്കണം മോനെ. ആരെങ്കിലും ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ മലപ്പുറത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചെക്കനെ.